തിരുവചനം തിരുവചനം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനാഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സ്പർശിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വചനാഭിഷേക ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഭവനങ്ങളിൽ പ്രവർത്തിക്കട്ടെ. കിടപ്പ് രോഗികളെ പരിശുദ്ധാത്മാവ് സുഖപ്പെടുത്തട്ടെ. ഹൃദയ കാഠിന്യമുള്ളവരെ പരിശുദ്ധാത്മാവ് മാനസാന്തരപ്പെടുത്തട്ടെ. നമ്മുടെ പലവിധ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്ന ഇരുട്ട്, നിരാശ, അസ്വസ്ഥത, മരണഭയങ്ങൾ, ദുർമരണ ചിന്തകൾ, ആത്മഹത്യ പ്രവണതകൾ കർത്താവായ യേശുവിൻ്റെ നാമത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മളിൽ നിന്നും, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും, നമ്മുടെ ദേശത്തു നിന്നും വിട്ടുമാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈ വചനാഭിഷേക ശുശ്രൂഷ നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 28 മുതൽ 29 വരെയുള്ള വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. കർത്താവായ ഈശോ തൻ്റെ ശിഷ്യന്മാരെയും ദൈവജനത്തെയും പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിൻ്റെ ഇലകൾ, അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതായത് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള വലിയ ഒരു ക്ഷണമാണ് കർത്താവായ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ദൈവജനവുമായി പങ്കുവയ്ക്കുന്നത്. കാലത്തിൻ്റെ അടയാളങ്ങൾ, ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നവീകരിക്കാനും വിശുദ്ധീകരിക്കുവാനുമുള്ള വലിയൊരു വിളിയാണ് പ്രിയപ്പെട്ടവരെ. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനപ്രഘോഷകരൊക്കെ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തു പറ്റി ഈ ലോകത്തിന്? എന്തു പറ്റി ഈ ലോകത്തിന്? കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുടെ എല്ലാം യഥാർത്ഥത്തിലുള്ള അർത്ഥമെന്തെന്ന് ധ്യാനിക്കുകയും അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. കാരണം നമുക്കിന്നറിയാം, മരണഭയമാണ്, രോഗഭയമാണ്, മഹാമാരിയാണ്, വെള്ളപ്പൊക്കങ്ങളാണ്. ഇതിൻ്റെ നടുവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ത്? നമ്മുടെ വിശ്വാസത്തിൻ്റെ അർത്ഥമെന്ത്? നമ്മുടെ ദൈവവിളിയുടെ അർത്ഥമെന്ത് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് മനുഷ്യൻ? മനുഷ്യൻ വിമാനം കണ്ടുപിടിച്ചവനാണ്, ചന്ദ്രനിലേക്ക് മനുഷ്യരെ അയച്ചവനാണ്, വലിയ ഭവനങ്ങൾ പണിതുയർത്തവനാണ്, വലിയ കാറുകൾ ഉണ്ടാക്കിയവനാണ്, ആണവായുധങ്ങൾ ഉണ്ടാക്കിയവനാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് മനുഷ്യൻ കരുതിയിരുന്നു. ഒരു പക്ഷേ നമ്മളിൽ പലരും തന്നെ ടൈറ്റാനിക്കിലുള്ള ജനത്തെ പോലെ ആയിരുന്നു. അവൻ കരുതി, ടൈറ്റാനിക്കിലെ ജനം കരുതിയത് എന്താണ്? ഇതാ ഞങ്ങൾക്കൊരാപത്തും വരികയില്ല. അതിലുണ്ടായിരുന്നവർ ഇപ്രകാരം, ടൈറ്റാനിക്കിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർ അവർ ആത്മകഥം ചെയ്തതിങ്ങനെയാണ്: ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഞങ്ങളുടെ ഈ കപ്പലിന് ഒരപകടവും സംഭവിക്കില്ല എന്ന് അവർ ആത്മകഥം ചെയ്യുകയുണ്ടായി. പക്ഷെ നമുക്കറിയാം, ടൈറ്റാനിക്കിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് മഞ്ഞുമലയുടെ ഒരഗ്രം ആ ടൈറ്റാനിക്കിൽ സ്പർശിച്ചപ്പോൾ ടൈറ്റാനിക് അറ്റ്ലാന്റിക്കൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആണ്ടുപോയ കഥ നമുക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതേപോലെയായിരുന്നു മനുഷ്യൻ. ഇതാ ഒരപകടവും വരില്ല, ഒരാപത്തും വരില്ല, എൻ്റെ ജീവിതത്തെ തൊടുകയില്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, വെറും സോപ്പ് വെള്ളം കൊണ്ട് കഴുകിയാൽ ഒലിച്ചു പോകുന്ന ഒരു വൈറസ് മാനവകുലത്തെ മുഴുവൻ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഈ മഹാമാരി മൂലം മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. മരണഭയത്താലാണ്.
എല്ലാം അവസാനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു വലിയ വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കോടികൾ മുടക്കി പണിത ദേവാലയങ്ങളൊക്കെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. എന്നാണ് തുറക്കാനാവുക എന്ന് കരുതി വിഷമിക്കുകയാണ്. ഞങ്ങൾ വൈദികർ ദീപബലി അർപ്പിക്കുമ്പോൾ നിറഞ്ഞ് കവിഞ്ഞിരുന്ന ജനത്തെ കണ്ടിരുന്നവർ ഇന്ന് ഒഴിഞ്ഞ ബെഞ്ചുകളും ഡെസ്കുകളും കാണുമ്പോൾ നെഞ്ചു പൊട്ടി നിലവിളിച്ചുകൊണ്ടാണ് ഓരോ ബലിയും അർപ്പിക്കുന്നത്. ദൈവമേ, എന്നാണ് ഒരു ജനസഹിത പൂജ അർപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുക എന്ന് നിലവിളിച്ച് ബലി അർപ്പിക്കാത്ത ഒരു വൈദികനും ഇന്ന് ലോകത്തില്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ ദേവാലയങ്ങൾ എന്ന് തുറക്കാൻ പറ്റുമെന്ന് പോലും അറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തുപറ്റി? നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന അപജയങ്ങളെക്കുറിച്ച്, ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയേക്കാൾ ഭീകരമായിട്ടുള്ള അവസ്ഥകളാണ് നമ്മുടെ പല കുടുംബങ്ങളിലും. കലഹത്തിൻ്റെ ദുരാത്മാക്കൾ, വെറുപ്പിൻ്റെ ദുരാത്മാക്കൾ, നിരാശകൾ, ആത്മഹത്യ പ്രവണതകൾ, അങ്ങനെ പല വിധത്തിലുള്ള അരിഷ്ടതകളിലൂടെ നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോവുകയാണ്. ഇന്നത്തെ യുവദമ്പതികൾക്ക് ഒരു നല്ല ഭർത്താവായിട്ട്, നല്ല ഭാര്യയായിട്ട് കുടുംബങ്ങൾ പണിതുയർത്താൻ കഴിയാത്ത കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. ഭിന്നതയും കലഹങ്ങളും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ദുഷ്ടതയുമെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ സഭ നേരിടുന്ന വെല്ലുവിളി, സഭയെക്കുറിച്ച് നാം പറയാറുണ്ടല്ലോ, ഇപ്പോൾ പല വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണ്. കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ഈ സംശയത്തിൻ്റെ, ഭിന്നതയുടെ, കലഹത്തിൻ്റെ, വെറുപ്പിൻ്റെ, സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകളുടെ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളുടെ ഈ ദുരാത്മാക്കൾ മൂലം നമ്മുടെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തു പറ്റി നമ്മുടെ യുവജനങ്ങൾക്ക് എന്തു പറ്റി പ്രിയപ്പെട്ടവരെ? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്നു, അക്രമാസക്തമായ കോപത്തിനടിമയാകുന്നു. അങ്ങനെ പല വിധത്തിലും അവർ തളർന്നിരിക്കുകയാണ്. ദൈവത്തെ വിളിക്കാനാവാത്തവർ, വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ യുവതിയുവാക്കന്മാർ കടന്നു വരുന്നു. ദൈവത്തിനേക്കാൾ, വിശ്വാസത്തേക്കാൾ വലുത് മറ്റുള്ളവയാണെന്ന് കരുതി അവയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ഒരു കാലത്ത് ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ വിശ്വാസങ്ങളെ നിസാരമായ കാര്യങ്ങൾക്ക് പോലും ഉപേക്ഷിക്കാൻ മടി കാണിക്കാത്ത ഒരു യുവജനങ്ങളല്ലേ നമ്മുടെ ചുറ്റും ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുപറ്റി നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഹൈപ്പർ ടെൻഷൻ, കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അസ്വസ്ഥത, അവർക്ക് സ്വസ്ഥതയില്ല. അവരെ നിയന്ത്രിക്കാനാവാതെ മാതാപിതാക്കന്മാർ അത്രമാത്രം വിഷമിക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ ലോകത്ത് വല്ലാത്ത തരത്തിലുള്ള അസ്വസ്ഥതകൾ പിടിമുറുക്കിയിട്ടുണ്ട്. ആത്മഹത്യയുടെ ദുരാത്മാവ് പിടിമുറുക്കിയിട്ടുണ്ട്. ദുർമരണത്തിൻ്റെ ദുരാത്മാവ് പിടിമുറുക്കിയിട്ടുണ്ട്. അത് മഹാമാരിയായും പ്രളയങ്ങളായും അങ്ങനെ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നും അറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ലോകം മുഴുവൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വൈദ്യശാസ്ത്രം വിറങ്ങലിച്ച് നിൽക്കുന്നു, നമ്മുടെ രാഷ്ട്രീയ ലോകം വിറങ്ങലിച്ച് നിൽക്കുന്നു, നമ്മുടെ വിശ്വാസ പ്രവർത്തനങ്ങൾ വിറങ്ങലിച്ച് നിൽക്കുന്നു. ഈ പ്രശ്നങ്ങളുടെ, ഈ അടയാളങ്ങൾ കണ്ട് ഇതിൻ്റെ അർത്ഥം എന്തെന്ന് തിരിച്ചറിയാനുള്ള വലിയ ഒരു വിളിയിലേക്കാണ് ഇന്നത്തെ വചനാഭിഷേകത്തിലൂടെ ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. അപ്പം നമ്മുടെ ഈ ലോകത്ത് നിന്ന് നമ്മളെ ബാധിച്ചിരിക്കുന്ന വിഷാദ രോഗങ്ങൾ ബഹിഷ്കരിക്കപ്പെടണം. ആത്മഹത്യയുടെ ദുരാത്മാക്കൾ ബഹിഷ്കരിക്കപ്പെടണം. നിർഭാഗ്യവശാൽ ഇന്ന് മതപുരോഹിതന്മാർ വരെ ആത്മഹത്യക്ക് അടിമപ്പെട്ടിരിക്കുമ്പോൾ ജനം പരസ്പരം ചോദിക്കുകയാണ്, എന്ത് പറ്റി ഈ ലോകത്തിന്? അപ്പോൾ ഈ തിന്മകളും ഈ അസ്വസ്ഥതകളും ബഹിഷ്കരിക്കപ്പെടാൻ യഥാർത്ഥത്തിലുള്ള ഉത്തരം നാം കണ്ടുപിടിക്കണം. പല ഡെലിവറൻസിൻ്റെ വചനപ്രഘോഷകരും വചന ശുശ്രൂഷകരും പരസ്പരം പങ്കുവയ്ക്കുന്നൊരു കാര്യമുണ്ട്.
അവർ പറയുകയാണ്, ഇന്ന് ലോകത്തെ ഒരു തരം ഇരുള് ബാധിച്ചിരിക്കുകയാണ്, ഇന്ന് ലോകത്തെ ഇരുട്ട് ബാധിച്ചിരിക്കുകയാണ്, ഇന്ന് ലോകത്തെ മരണം ബാധിച്ചിരിക്കുകയാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 24-25 ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ നിപതിക്കും, നക്ഷത്രങ്ങൾ പ്രകാശം തരികയില്ല എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒരു തരം ഇരുട്ട്, ക്രമരാഹിത്യം ബാധിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു പ്രകാശമുണ്ടാകണം, ഇവിടെ ഒരു വീണ്ടെടുപ്പുണ്ടാകണം, ഒരു വെളിച്ചമുണ്ടാകണം. ഈ വെളിച്ചം ആർക്കാണ് കൊടുക്കാൻ സാധിക്കുക? ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന പല വൈദികരും അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇരുട്ട് വിട്ടുമാറുന്ന, നിഴൽ വിട്ടുമാറുന്ന ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇറ്റലിയിൽ പേസറോ എന്ന സ്ഥലത്ത് വളരെ പ്രായമായ ഒരു കപ്പൂച്ചൻ അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ പോയി. അവരുടെ ആശ്രമത്തിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ ആശ്രമത്തിലെ മറ്റ് വൈദികർ പറഞ്ഞു, അച്ഛാ, അദ്ദേഹം ഇപ്പോഴും രോഗാവസ്ഥയിലാണ്, 91 വയസ്സുള്ള ഒരു വൈദികനാണ്, ഇപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ആരെയും കാണാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫാദർ, ഞാനിതാ ഇങ്ങനെ ഡെലിവറൻസിനെ കുറിച്ചും കരിസ്മാറ്റിക് ദൈവശാസ്ത്രത്തെക്കുറിച്ചും ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈദികനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ആ വൈദികനോട് ഒന്ന് സംസാരിക്കാനായിട്ട് സാധിക്കുമോ? അവസാനം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ ആശ്രമത്തിലെ വൈദികർ എന്നെയും കൂട്ടിക്കൊണ്ട് ആ പേസറോയ്ക്കടുത്തുള്ള ആശ്രമത്തിൽ, കപ്പൂച്ചിൻ ആശ്രമത്തിൽ ആ വൈദികൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു കട്ടിലിൽ കിടക്കുകയാണ്, ഒരു ചെറിയ റൂമാണ്. ഞാനിങ്ങനെ ചെന്ന് പറഞ്ഞു, ഞാനൊരു ഇന്ത്യക്കാരൻ അച്ഛനാണ്, എൻ്റെ വിഷയമെന്ന് പറയുന്നത് ലോകത്തെ ബാധിച്ചിരിക്കുന്ന തിന്മകളെ ബഹിഷ്കരിക്കാൻ, ഇരുട്ടിനെ ബഹിഷ്കരിക്കാൻ, പിശാചിനെ ബന്ധിക്കാൻ, സാത്താനെ ശാസിക്കാൻ, ആ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അനുഭവങ്ങൾ ഞാനുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വന്യ വൈദികൻ ഇപ്രകാരം എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഈ ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഇരുട്ട് എടുത്തു മാറ്റുവാൻ കർത്താവായ ഈശോയ്ക്കാണ് സാധിക്കുക. കർത്താവായ യേശുവിന് അത് സാധിക്കും. അച്ഛൻ തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അനവധി പേരിൽ നിന്ന് നിഴല്, ഇരുള്, മരണഭയം, ആത്മഹത്യ ചിന്ത, നിരാശ, വെറുപ്പ്, സങ്കടം വിട്ടുമാറുന്നത് അനുഭവമായിരുന്നു. ആ വൈദികൻ പറഞ്ഞത്, എൻ്റെ അനുഭവമാണ് അച്ഛനുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് വലിയ തിളക്കമായിരുന്നു. അദ്ദേഹം ആ സമയത്ത് രോഗാവസ്ഥയിലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അസാധാരണമായ ബലമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, സഭയുടെ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ ഇത്തരത്തിലുള്ള അനവധിയായ വിശുദ്ധരായ വൈദികരും വിശുദ്ധരായ വ്യക്തികളും സഭയിലുണ്ടായിരുന്നു. ലോകത്തെ ഇരുട്ട് ബാധിക്കുമ്പോൾ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തിന്മയെ ശാസിച്ച്, തിന്മയെ ബന്ധിച്ച്, സാത്താനെ ബഹിഷ്കരിച്ച്, അങ്ങനെ ലോകത്തിന്, ജനത്തിന് പ്രകാശം കൊടുക്കുന്ന, ആശ്വാസം കൊടുക്കുന്ന അനവധിയായ അനുഭവങ്ങൾ സഭയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ഒരു വിശുദ്ധനായിരുന്നു തെക്കൻ ഇറ്റലിയിൽ പൗള എന്ന് പറയുന്ന സ്ഥലത്തുള്ള വിശുദ്ധ ഫ്രാൻസിസ്. അസീസിയിലെ ഫ്രാൻസിസ് അല്ല, ഇത് പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ്. ഏകദേശം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തൻ്റെ നിയമങ്ങളും ഭക്താനുഷ്ഠാനങ്ങളുമെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു കോൺഗ്രിഗേഷനാണ് അദ്ദേഹം പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസ് സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഒരിക്കൽ ബാധ കൂടിയ ഒരു പെൺകുട്ടിയുമായി അവളുടെ ബന്ധുമിത്രാദികളും മാതാപിതാക്കളൊക്കെ ബലം പ്രയോഗിച്ചുകൊണ്ട് അവൾ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സമയത്ത് അവൾ അലറിപ്പറയുകയാണ്, എന്നെ ആർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, എന്നെ ആരുടെ അടുത്ത് കൊണ്ടുപോയാലും എനിക്ക് സൗഖ്യം നൽകാൻ ഇവിടെയുള്ള ആർക്ക് സാധിക്കുകയില്ല. എന്നാൽ ഫ്രാൻസിസിനെ കണ്ടപ്പോൾ അവളിലുള്ള പൈശാചികത, അവളിലുള്ള മാനസിക രോഗം, അവളിലുള്ള വിഷാദ രോഗം, അവളിലുള്ള ബാധ
കിടന്നലറാൻ തുടങ്ങി, ഫ്രാൻസിസേ, നീ എന്തിനെൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? അപ്പോൾ ഫ്രാൻസിസ് സ്വരമുയർത്തിക്കൊണ്ട് പറഞ്ഞു, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ പെൺകുട്ടിയെ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവേ, ഇവളിൽ നിന്ന് പുറത്തു പോകുക. വിശുദ്ധ പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിത ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്, ആ സമയത്ത് ആ പെൺകുട്ടി അലറിക്കൊണ്ട് പറഞ്ഞു, ഫ്രാൻസിസേ, നിനക്ക് തെറ്റുപറ്റി, എന്നിലുള്ളത് സാത്താനല്ല, 25 വർഷം മുൻപ് ആത്മഹത്യ ചെയ്ത ഒരു സ്ത്രീയുടെ ദുരാത്മാവാണ്. ഫ്രാൻസിസിന് മനസ്സിലായി ഇവൾ കള്ളമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമം ഉപയോഗിച്ചുകൊണ്ട് ഫ്രാൻസിസ് കൽപ്പിച്ചു, ഈ പാവപ്പെട്ട പെൺകുട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗളയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം പഠിപ്പിക്കുന്നത്, ആ നിമിഷം ആ പെൺകുട്ടിയിൽ നിന്ന് ഇരുട്ട്, നിരാശ, രോഗപീഠ വിട്ടുമാറിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അധ്യാപകൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചറിൻ്റെയും അവരുടെ 2 കുഞ്ഞുങ്ങളിൽ ഇളയ കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവമാണ്. ഈ ഇളയ കുഞ്ഞ് വളരെ ചെറിയ കുഞ്ഞാണ്, ഒരു 3-4 വയസ്സാണുള്ളത്, 4-5 വയസ്സുണ്ടാകും. അവൾ വിട്ടുമാറാതെ കരയുന്നു, നിലവിളിക്കുന്നു. അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. 5 ദിവസത്തോളം അവൾ ആശുപത്രിയിലാണ്. അവൾ നിലവിളിക്കുകയാണ്, ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. അവൾ മരുന്ന് കൊടുത്താണ് അവളെ ഉറക്കുന്നത്. അവൾ ഉണരുമ്പോൾ പിന്നെയും അലറുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല, മാതാപിതാക്കന്മാർക്ക് നിയന്ത്രിക്കാനാവുന്നില്ല. അവസാനം അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, ഇവളിൽ യാതൊരു രോഗവുമില്ല. ശാരീരികമായിട്ട് ഞങ്ങൾ പരിശോധിച്ചിട്ട് വൈദ്യശാസ്ത്രത്തിന് ഇവളുടെ മേൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആയതിനാൽ നിങ്ങളുടെ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക. കുഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പതുക്കെ ശാന്തമായിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ അധ്യാപകനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ടീച്ചറിനും അടങ്ങിയിരിക്കാൻ സാധിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവർ പെട്ടെന്ന് പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ആ കുഞ്ഞിനെ നിയന്ത്രിക്കാനാവാത്ത വിധം കുഞ്ഞിങ്ങനെ അലറി കരയുകയും ആ അമ്മയുടെ കൈകളിൽ കിടന്ന് പെടച്ച് അമ്മയ്ക്ക് ആ കുഞ്ഞിനെ നിയന്ത്രിക്കാനാവാത്ത വിധത്തിലുള്ള അസ്വസ്ഥതയാണ്. കുഞ്ഞിൻ്റെ മുഖമെന്ന് പറയുന്നത് ഒരു ചെറിയ കുഞ്ഞിൻ്റെ മുഖമല്ലായിരുന്നു. കുഞ്ഞിനെ അസ്വസ്ഥമാക്കിയിരിക്കുന്ന പലവിധ പീഡകളും കുഞ്ഞിൻ്റെ മുഖത്ത് കാണാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ ഈശോയുടെ നാമത്തിന് ഇന്നും ശക്തിയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പിന്നീട് നടന്നത്. ആ മാതാപിതാക്കളോട് ചേർന്ന് അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവായ യേശുവേ, നിൻ്റെ അധികാരമുള്ള നാമത്താൽ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ നാമത്താൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഈ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്ന ഈ അസാധാരണമായ പീഡ, ഈ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്ന ഇരുട്ട്, അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ കർത്താവേ, വൈദ്യശാസ്ത്രത്തിന് വിശദീകരണം നൽകാത്തൊരവസ്ഥയാണ്. പക്ഷേ നിൻ്റെ നാമത്തിന് ഈ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് പറഞ്ഞ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞ നിമിഷം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുഞ്ഞിൽ നിന്ന് കുഞ്ഞിനെ ആ നിമിഷം വരെ ബാധിച്ചിരുന്ന ഇരുട്ട്, കുഞ്ഞിൻ്റെ കരച്ചിൽ, കുഞ്ഞിൻ്റെ അസ്വസ്ഥത, കുഞ്ഞിൻ്റെ പീഡ ആ നിമിഷം വിട്ടുമാറുകയും കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങുകയും പിന്നീട് എൻ്റെ റൂമിൽ കുഞ്ഞിങ്ങനെ ഓടിക്കളിക്കുന്നതുമാണ് കാണാൻ സാധിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇപ്പോൾ ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന വളരെ പ്രശസ്തരായ ദൈവശാസ്ത്ര പണ്ഡിതന്മാരും ശുശ്രൂഷകരും പറയുന്നത്, ലോകത്ത് ഇത്തരത്തിൽ ഇരുള് ബാധിച്ചിട്ടുണ്ട്. അത് മരണഭയത്തിൻ്റെതാകാം, മഹാമാരിയുടേതാകാം, പ്രളയങ്ങളുടേതാകാം, നിരാശയുടേതാകാം, ഭിന്നതയുടേതാകാം, കലഹത്തിൻ്റെതാകാം, യുദ്ധങ്ങളുടേതാകാം. മഹാമാരിയുടെ ഇടയിലും നമുക്കറിയാമല്ലോ വർഗീയ വിദ്വേഷങ്ങൾ, യുദ്ധവെറികൾ. അപ്പോൾ അത്രമാത്രം മനുഷ്യൻ, ടൈറ്റാനിക്കിലെ ജനങ്ങളെപ്പോലെ ഇതാ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അതായത് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ലോകത്ത് നടക്കുന്ന
അടയാളങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ, അതിലുള്ള ദൈവശാസ്ത്രങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ നമുക്കായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഉള്ള വലിയ ഒരു വിളിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ഇരുട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം. അത് മരണത്തിൻ്റെ ലക്ഷണമാണ്, അത് നിരാശയുടെ ലക്ഷണമാണ്. മരണത്തിൻ്റെയും ശാപത്തിൻ്റെയും അസൂയയുടെയും സ്വാർത്ഥതയുടെ ലക്ഷണങ്ങളാണ് ഇരുട്ട്, നിഴലുകൾ. വചനം ബൈബിളിൽ നമുക്ക് വചനം ഈ ഇരുട്ടിനെയൊക്കെ കാണിക്കുമ്പോൾ അതർത്ഥം കൊടുക്കുന്നത് ശാപങ്ങളെയാണ്, അതർത്ഥം കൊടുക്കുന്നത് മരണത്തെയാണ്, അതർത്ഥം കൊടുക്കുന്നത് അസൂയയാണ്, അതർത്ഥം കൊടുക്കുന്നത് സ്വാർത്ഥതയാണ്, അതർത്ഥം കൊടുക്കുന്നത് യുദ്ധങ്ങളെയാണ്, അതർത്ഥം കൊടുക്കുന്ന ഭിന്നതകളെയാണ്. അപ്പോൾ ഈ ഇരുട്ട് വിട്ടുമാറാൻ എന്ത് ചെയ്യണമെന്നുള്ള ഒരു വലിയ വിളിയിലേക്ക്, വലിയ ഒരു വിചിന്തനത്തിലേക്കാണ് ഇന്ന് അച്ഛൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 11 വചനത്തിൽ, 21 അധ്യായം 17 വചനത്തിൽ ഒരു കുട്ടി നിലവിളിച്ചു, സ്വർഗം ആ നിലവിളി കേട്ടു എന്ന ഒരു വചനം പറയുന്നുണ്ട്. ഒരു കുട്ടിയുടെ നിലവിളിയുടെ മുൻപിൽ സ്വർഗം തുറക്കപ്പെടുകയാണ്. ഇന്ന് മാനവകുലം കുഞ്ഞുങ്ങളെപ്പോലെ നിലവിളിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവമേ, ഈ മഹാമാരിയിൽ നിന്നും, ഈ മരണത്തിൽ നിന്നും, പ്രളയങ്ങളിൽ നിന്നും, യുദ്ധങ്ങളിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടമാണ്. വചനം പറയുകയാണ്, ഉൽപ്പത്തി 21:17 പറയുകയാണ്, ഒരു കുഞ്ഞ് അലമുറയിട്ട് നിലവിളിച്ചു, അപ്പോൾ സ്വർഗം ആ കുഞ്ഞിൻ്റെ മുൻപിൽ വാതിലുകൾ തുറന്നു എന്നൊരു സംഭവമാണ്. ഈ സംഭവം നടക്കുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിലാണ്. അബ്രഹാമിൻ്റെ ഭാര്യ സാറായുടെ പരിചാരിക ഹാഗാർ, അബ്രഹാമിനും സാറയ്ക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോൾ സാറയുടെ നിർബന്ധത്തിന് വഴങ്ങി അബ്രഹാമിന് ഹാഗാറിൽ ഒരു കുഞ്ഞിനെ ജനിച്ചു. ആ കുഞ്ഞിൻ്റെ പേരാണ് ഇസ്മയേൽ. എന്നാൽ ഇസ്മയേൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ സാറായും ഗർഭിണിയായി. സാറായ്ക്ക് ഇസഹാക്ക് എന്ന കുഞ്ഞിനെ ജനിച്ചു. ഈ ഇസഹാക്ക് എന്ന കുഞ്ഞിനെ സാറായ്ക്ക് ലഭിച്ചപ്പോൾ അവിടെ 2 സ്ത്രീകളുടെ പടലപ്പിണക്കമാണ് പിന്നീട് നാം കാണുന്നത്. പണത്തിന് വേണ്ടി, പിന്തുടർച്ച അവകാശത്തിന് വേണ്ടിയുള്ള സൗന്ദര്യപ്പിണക്കങ്ങളും കലഹങ്ങളും വെറുപ്പും വിദ്വേഷവും. ഇതിൻ്റെ ഫലമായിട്ട് സാറാ നിർബന്ധം പിടിക്കുകയാണ്, ഹാഗാറിനെയും കുഞ്ഞിനെയും നമ്മുടെ ഭവനത്തിൽ നിന്ന് ഓടിച്ചു കളയണം. അപ്പോൾ ഇവരുടെ ഈ 2 സ്ത്രീകളുടെ വഴക്കുകളൊന്നും ഈ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നില്ല. വചനം പറയുന്നുണ്ട്, ഒരു ദിവസം ഇസഹാക്കും ഇസ്മയേലും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സഭാപിതാക്കന്മാർ അതിന് വേറെ ഒരുപാട് അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും ആ അർത്ഥങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നേരെ മറിച്ച് ഈ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കാണുന്ന സാറ അബ്രഹാമിനോട് ഇപ്രകാരം പറയുകയാണ്. സാറ അബ്രഹാത്തോട് പറഞ്ഞു, ഉൽപ്പത്തി 21:10, അടിമ പെണ്ണിനെയും അവൻ്റെ മകനെയും ഇറക്കി വിടുക, അവളുടെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. നോക്കിക്കേ, ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള അവസ്ഥകൾ. അവൾ അബ്രഹാമിനോട് പറഞ്ഞു, ആ കുഞ്ഞിനെയും അമ്മയെയും ഇറക്കി വിടുക. അങ്ങനെ കുഞ്ഞിനെയും ആ അമ്മയെയും ഇറക്കി വിടുകയാണ്. അവിടെ അവരുടെ കൈവശമുണ്ടായിരുന്ന തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നു പോയപ്പോൾ ഹാഗാറും കുഞ്ഞും ആ സമയത്ത് മരുഭൂമിയിലാണ്, കൊടും ചൂടാണ്, വെള്ളം തീർന്നു പോയി, കുഞ്ഞിൻ്റെ ദുർമരണം പെടുമെന്ന് ഹാഗാർ മനസ്സിലാക്കിയാണ്. ഹാഗാർ ആ കുഞ്ഞിൻ്റെ നിലവിളി കണ്ടപ്പോൾ കുഞ്ഞിൻ്റെ മരണം കണ്ണുകൾ കൊണ്ട് കാണാൻ ആഗ്രഹിക്കാതിരുന്ന ഹാഗാർ ആ കുഞ്ഞിനെ ഒരു മുൾപടർപ്പിൻ്റെ തണലിൽ കിടത്തി മാറി നിന്ന് കണ്ണുകൾ പൊത്തി കരയാൻ തുടങ്ങി. ഈ സമയത്താണ് നാം നേരത്തെ കേട്ട വചനം പറയുന്നത്, ദുർമരണത്തിൻ്റെ മുൻപിൽ കുഞ്ഞ് ഉച്ചത്തിൽ നിലവിളിച്ചു. ആ സമയത്ത്
കുഞ്ഞിൻ്റെ നിലവിളി കേട്ടപ്പോൾ സ്വർഗം താണിറങ്ങി വന്നു. സ്വർഗം താണിറങ്ങി വന്ന് കുഞ്ഞിൻ്റെ അമ്മയോട് പറഞ്ഞു, ഹാഗാറേ, നീ ഭയപ്പെടേണ്ട, നിന്റെ കുഞ്ഞിനെയും ഞാൻ സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, പിന്തുടർച്ച അവകാശമില്ലാതിരുന്ന കുഞ്ഞിനെ, ആ കുഞ്ഞിൻ്റെ നിലവിളി കേട്ടപ്പോൾ സ്വർഗം താഴേക്കിറങ്ങി വരികയാണ്. ഇന്ന് ലോകത്ത് നിന്ന് മുഴങ്ങേണ്ടത് അപ്രകാരമുള്ള നിലവിളിയാണ്. ഈ ഇരുളിൻ്റെ മുൻപിൽ ഭയന്ന് വിറയ്ക്കേണ്ടവരല്ല നാം. സ്വർഗത്തെ നോക്കി നിലവിളിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് മഹാരാജാവ് കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചപ്പോൾ തൻ്റെ കാലഘട്ടത്തിലുണ്ടായ പകർച്ചവ്യാധി ബഹിഷ്കരിക്കപ്പെട്ടതുപോലെ ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നിന്നുകൊണ്ട് ആ നീതിമാന്മാർ, വചനം ഉൾക്കൊള്ളുന്നവർ, ദൈവവിശ്വാസികൾ ലോകത്തെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുമ്പോൾ ദൈവം, സ്വർഗം ഭൂമിയിലേക്ക് താണിറങ്ങി വരുന്ന ചരിത്രമാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അപ്പോൾ ബൈബിൾ നമുക്ക് നൽകുന്നത് ഏതിരുളിൻ്റെ അവസ്ഥയാണേലും, ഏതിരുട്ടാണേലും, ഏത് ദുർമരണമാണെങ്കിലും, ഏത് പെടുമരണമാണെങ്കിലും, ഏത് മഹാമാരിയാണെങ്കിലും വിശ്വാസത്തോടെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവം നമ്മുടെ വിളി കേൾക്കുകയും നമ്മുടെ അടുത്തേക്ക് വരികയും നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. സങ്കീർത്തനം 34:6 ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. എളിയവൻ നിലവിളിച്ചപ്പോൾ ആ നിലവിളിയെ കർത്താവ് കേൾക്കുകയും കർത്താവ് എളിയവനെ രക്ഷിക്കുകയും ചെയ്തു. സങ്കീർത്തനം 50:15 പഠിപ്പിക്കുന്നുണ്ട്, അനർത്ഥകാലത്ത് എന്നെ വിളിച്ച് നിലവിളിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും. നിൻ്റെ കഷ്ടതയുടെ സമയത്ത്, നിൻ്റെ ഭയത്തിൻ്റെ സമയത്ത്, നിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ സമയത്ത്, നിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ സമയത്ത്, നിൻ്റെ രോഗാവസ്ഥയുടെ സമയത്ത് നീ നിലവിളിച്ച് പ്രാർത്ഥിക്കുക, അപ്പോൾ ഞാൻ നിന്നെ മോചിപ്പിക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, ഞങ്ങൾ ഈ ലോകത്തെ പാവപ്പെട്ട മനുഷ്യർ കർത്താവെ പല വിധത്തിലുള്ള പീഡകളിലൂടെ കടന്നു പോവുകയാണ്. ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നവീകരിച്ച് സ്വർഗത്തെ നോക്കി നിലവിളിക്കാനുള്ള വലിയൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗത്തെ നോക്കി കരയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അപ്പോൾ സ്വർഗം ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരും, ഞങ്ങളുടെ പറമ്പിലേക്ക് ഇറങ്ങി വരും, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.